ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടൊരു അയില മുളക് ഇട്ട് അങ്ങോട്ട് വെക്കാം. അതിനുവേണ്ടി 1 കിലോ അയില നല്ലപോലെ വെട്ടി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ടൊരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-8 കഷ്ണം വെളുത്തുള്ളി, ഒരു 5-8 കഷ്ണം ചുമന്നുള്ളി എല്ലാം നല്ലപോലെ കട്ട് ചെയ്തുകൊണ്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വഴറ്റി നമ്മുടെ പൊടി ഐറ്റം ഒക്കെ അങ്ങോട്ട് ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ അയില മുളക് കറി അങ്ങോട്ട് റെഡിയാക്കി കൊണ്ടെടുക്കാം. അന്നേരം നമ്മുടെ അയില മുളക് ഇട്ടത് വെക്കാനായിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചട്ടിയൊക്കെ നല്ലൊരു ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അതൊരു വെളിച്ചെണ്ണ ഇല്ല നല്ലൊരു ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരല്പം കടുക് കൊണ്ടിട്ട് പൊട്ടിക്കാം. കൂടെ ഒരല്പം ഉലുവായും അങ്ങനെ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനിയും ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ചുവന്നുള്ളി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇളക്കി നല്ലപോലെ ഒന്ന് വഴറ്റി വന്നെടുക്കാം. ഇനി നമുക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലൊരു ഇളക്കി ഒന്ന് വാട്ടി വരും. അങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പൊടി ഐറ്റം കൊണ്ട് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി, ഒരു 3.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 സ്പൂൺ എരിയുള്ള മുളക് പൊടി ഇളക്കി കൊണ്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി അതുകൊണ്ട് ചേർത്തിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് അല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. ഒരു ഏകദേശം 1 സ്പൂൺ മല്ലിപ്പൊടി വേണം. നമ്മുടെ എരിയൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് ഒന്ന് വെഴുപ്പൊന്ന് വരാൻ വേണ്ടി മാത്രം. അത് നല്ലപോലെ ഇളക്കി കൊടുത്ത് നമ്മുടെ പൊടിയെല്ലാം ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അങ്ങനെ പൊടിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കുടംപുളിയും അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 4 ചെറിയ പുളിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇളക്കി കൊണ്ട് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം കൊണ്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊണ്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ കൊണ്ട് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് കൊണ്ട് തിളപ്പിക്കാം. ഇനി നമുക്കിത് അടച്ചങ്ങോട്ട് കൈ നല്ലപോലെ അങ്ങോട്ട് തിളക്കട്ടെ. അതുപോലെ നമ്മുടെ അരപ്പെല്ലാം അടിപൊളിയായിട്ട് അങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണം ഓരോന്നായിട്ട് പറക്കി വിട്ട് കൊടുക്കാം. കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊണ്ട് കൊടുക്കണം. ഇങ്ങനെ നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് അങ്ങോട്ട് വേവിക്കാം. കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു കൊണ്ട് വെക്കാം. എന്നിട്ട് നമ്മൾ മീൻകറിയൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ തുറന്നു കൊണ്ട് നോക്കാം. എല്ലാം നല്ലപോലെ തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അയിലക്കുട്ടന്മാർ. ഇളക്കി കൊണ്ട് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിന് തന്നെ ഉണ്ട്. ഉപ്പും പുളിയും എരിവുമെല്ലാം. ഇനി നമുക്കിത് അടച്ചങ്ങോട്ട് വെച്ച് ചെറിയൊരു തീയിൽ നമുക്കൊരു 10 മിനിറ്റ് കൂടെ അങ്ങോട്ട് വെക്കാം. എന്നിട്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള അയില മുളക് ഇട്ടത് റെഡിയാണ്. എന്നാലും നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് കൊണ്ട് നോക്കാം. ഇനിയും എല്ലാം നല്ലപോലെ വെന്ത് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ കൊണ്ട് ഓഫ് അങ്ങോട്ട് ചെയ്യാം. ഓഫ് ചെയ്ത് ചട്ടിയുടെയൊക്കെ ചൂടത്ത് കൊണ്ടിരിക്കട്ടെ. അന്നേരം ഒന്നുകൂടെ നമ്മളെ കറി ഒന്ന് കുറുകി ഒന്ന് റെഡിയാവും. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള
അയില മുളക് ഇട്ടതിൽ റെഡിയായിരുന്നു. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇത് അടച്ചങ്ങോട്ട് വെക്കണം. അടച്ച് വെച്ച് ആ ചട്ടിയുടെ ചൂടത്തൊക്കെ ഒന്നുകൊണ്ടിരുന്ന് അങ്ങോട്ട് കുറുകി അങ്ങോട്ട് എണ്ണയൊക്കെ അങ്ങോട്ട് തെളിയട്ടെ.